ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഓൺലൈനിൽ ഭാഗവതത്തിന്റെ ആദ്യത്തെ ക്ലാസ് ആണ് എൻ്റെ. ഞാൻ ഭാഗവതം ഇതുവരെ ഓൺലൈനിൽ എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെതായ പോരായ്മ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് തന്നെയല്ല, ഞങ്ങൾ ഒരു 3-4 വർഷമേ ആയുള്ളൂ തുടങ്ങിയിട്ട്. ഞാൻ ഭഗവത്ഗീതയാണ് കൂടുതലും എടുക്കുന്നത്. അപ്പോൾ പ്രഭുജി എന്നോട് വിളിച്ച് പറഞ്ഞിരുന്നു, ഭാഗവതം എടുക്കാൻ പറ്റുമോ, ഞങ്ങൾ ശ്രമിക്കാം. അപ്പോൾ എൻ്റെ പരമാവധി, എൻ്റെ അറിവിൽ പരമാവധി ഞാൻ ശ്രമിക്കാം ഇതിലേക്ക് വേണ്ടി. അതിൽ തെറ്റുകൾ ഉണ്ടായാൽ കഴിഞ്ഞാൽ സദയം ക്ഷമിക്കണമെന്ന് എല്ലാ ഭക്തന്മാരോടും പാദം നമസ്കരിച്ചുകൊണ്ട് അപേക്ഷിക്കുന്നു. ഹരേ കൃഷ്ണ. തുടങ്ങുകയാണ്. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ ഗോപി ജന വല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി യശോദാനന്ദന വ്രജ ജനരഞ്ജന യശോദാനന്ദന വ്രജ ജനരഞ്ജന യശോദാനന്ദന വ്രജ ജനരഞ്ജന യമുനധീരാവനചാരി യമുനധീരാവനചാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാം ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠുകീം മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമോ പങ്കജനാഭായ നമോ പങ്കജമാലിനേ നമോ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രേ. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം തസ്സത്. ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 3 ശ്ലോകം 42.
सा तु संस्रवयामास महाराजं परीक्षितम् प्रायोपविष्टं गङ्गायां परीदम्बरमर्षिभिः स तु संस्रावयामास महाराजं परीक्षितम् प्रायोपविष्टं गङ्गायां परीदम्बरमर्षिभिः स तु संस्रावयामास महाराजं परीक्षितम् प्रायोपविष्टं गङ्गायां परीदम्बरमर्षिभिः स വ്യാസദേവസുതൻ തു വീണ്ടും സംസ്രവയാം ആസ അവരെ ശ്രവിപ്പിച്ചു മഹാരാജം രാജാവിനെ പരീക്ഷിതം പരീക്ഷിത് എന്ന നാമധേയമുള്ള പ്രായ ഉപവിഷ്ടം മരണം വരെ ഭക്ഷണപാനീയം ഉപേക്ഷിച്ച് ഉപവിഷ്ടനായ ഗംഗായാം ഗംഗാതീരത്ത് പരീതം വലയം ചെയ്യപ്പെട്ട് പരമഹൃഷിപികി മഹാഋഷിമാരാൽ വിവർത്തനം ജയശീല പ്രഭാതി മൃത്യുവിനെ വരവേൽക്കാനായി ഭോജ്യപാനീയങ്ങൾ ഉപേക്ഷിച്ച് ഋഷിമാരാൽ വലയം ചെയ്യപ്പെട്ട് ഗംഗാതീരത്ത് ഉപവിഷ്ടനായ പരീക്ഷിത് മഹാരാജാവിന് വ്യാസദേവപുത്രനായ ശ്രീ സുഖദേവ് ഗോസ്വാമി അദ്ദേഹത്തിന്റെ ഊഴമായപ്പോൾ ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചു. ഹരേ കൃഷ്ണ. ശ്ലോകം റിസൈറ്റ് ചെയ്യാനുള്ളവർ റിസൈറ്റ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു. ശ്ലോകം അങ്ങനെ റിസൈറ്റ് ചെയ്യാറില്ല പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്വാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാദിശ്വപദാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീഭൂതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ഈരൂപം സഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിത ശ്രീവിശാഖാന്വിതാംശ ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപീശ ഗോപികാകാന്ത ശ്രീരാധാകാന്ത നമോസ്തുതേ സപ്തകാഞ്ചന ഗൗരാംഗി ശ്രീരാധേ വൃന്ദാവനേശി വിഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രശ്നായ ബോധനെ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നിത്യനാമേ നമസ്തേ സരസ്വതീ ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശാശദേശധാരിണി. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരൂപശകൃപാ സിന്ധുഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അപ്പൊ ഈ ശ്രീമദ് ഭാഗവതം അമല പുരാണം, the spotless literature incarnated by Bhagavan, is literary അവതാരം. അതായത് അക്ഷരാവതാരത്തിലാണ് ഭഗവാൻ ശ്രീമദ് ഭാഗവതത്തിന് അവതരിച്ചിരിക്കുന്നത്. യുഗാന്ത്യത്തില്, ദ്വാപര യുഗാന്ത്യത്തില് ശ്രീ നാരദമുനിയോട് ഭഗവാൻ തന്നെ പറഞ്ഞിരുന്നു, കാരണം ഞാൻ ധാമത്തിലേക്ക് പോവുകയാണ് നാരദമുനി, നല്ല നാരദ, എന്റെ ഭക്തന്മാര് ഈ കലിയുഗത്തിലും വന്ന് പിറക്കുന്നുണ്ട്. അപ്പൊ അവരുടെ രക്ഷക്കായിട്ട് എന്റെ എല്ലാ ഐശ്വര്യങ്ങളും ഞാൻ അപ്രത്യക്ഷമാകുന്നതോടുകൂടി എന്റെ കൂടെ അനുഗമിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ ലീലകൾ ആയിരിക്കും അവർക്ക് ഏകാശ്രയമായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് താങ്കൾ വ്യാസമഹർഷിയുടെ ചെന്നിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം നേരെ ദ്വൈപായന വ്യാസദേവന്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം മൂകനായിരിക്കുകയാണ്. കൃഷ്ണന്റെ
ആ തിരോഭാവത്തിന് ശേഷം അദ്ദേഹത്തിന് ഒരു ആനന്ദവുമില്ല. അദ്ദേഹം മഹാഭാരതം എഴുതി, എല്ലാവിധ വേദങ്ങളും അദ്ദേഹം വിഭജിച്ചെഴുതിയിട്ട് അദ്ദേഹത്തിന് ഒരു സന്തോഷവും വരുന്നില്ല. അപ്പൊ ദുഃഖിച്ചിരിക്കുന്ന വ്യാസദേവനോട് നാരദമുനി ചോദിച്ചു, എന്താണ് അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പൊ അദ്ദേഹം വിവരം പറഞ്ഞു, ഇന്നതാണ് സംഭവം. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എല്ലാ ചരിതവും എല്ലാവിധ കൃഷ്ണതത്വവും താങ്കൾ എഴുതിയിട്ടുണ്ട്. ഈ ഭൂമിയിലുള്ള ആൾക്കാർക്ക് എല്ലാ നല്ലതും വരാനായിട്ട് താങ്കൾ വേദത്തെ വിഭജിച്ച് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ താങ്കളുടെ ഈ ദുഃഖത്തിന് കാരണം മറ്റൊന്നുമല്ല, ഭഗവാന്റെ എല്ലാവിധ സന്തോഷത്തിനും കാരണമായ ഭഗവാന്റെ ലീലകളെ പറ്റി അങ്ങ് എഴുതിയിട്ടില്ലെന്ന്. അതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ട് താങ്കൾ അതിന് വേണ്ടത് ചെയ്യണമെന്ന് പറയും. വ്യാസദേവന് അതനുസരിച്ച് ശ്രീമദ് ഭാഗവതം രചിക്കാനായിട്ട് തുടങ്ങി. ശ്രീമദ് ഭാഗവതം രചിക്കുന്നത് ശ്രീ മഹാഗണപതിയാണ്, പറഞ്ഞു കൊടുക്കുന്നത് വ്യാസദേവൻ. അപ്പൊ ഗണപതിയുടെ റിക്വസ്റ്റ് ചെയ്ത് എഴുതണം. അപ്പൊ ഗണപതി പറഞ്ഞു, നിർത്താൻ പാടില്ല, നിർത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇത് എഴുത്തും നിർത്തും. അങ്ങനെ വ്യാസദേവൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് പൂർണ്ണമായിട്ടും പറഞ്ഞു തരാം, എഴുതിക്കൊള്ളാം. അങ്ങനെ ശ്രീമദ് ഭാഗവതം, മഹാഭാഗവതം രചിച്ചു. ഇവിടെ മഹാഭാഗവതം രചിക്കുന്നതിന് മുമ്പേ തന്നെ രാധാറാണിയും കൃഷ്ണനും, രാധാറാണിക്കറിയാം കൃഷ്ണന്റെ തിരോഭാവം ഉണ്ടാവുമെന്ന്. അപ്പൊ രാധാറാണി പറയും, അതിന്റെ പുറകെ ഞാനും പോകുന്നുണ്ട്. അപ്പം രാധാറാണിയുടെ കൂടത്തിൽ ചുറ്റുവട്ടം കളിക്കുന്ന ഒരു തത്തയുണ്ടായിരുന്നു, ലീലാസുഖ എന്ന് പറയും. അപ്പൊ ഈ തത്ത എപ്പോഴും രാധാറാണിയുടെ ഇടത്തെ തോളിലാണ് വന്നിരിക്കുന്നത്. രാധാകൃഷ്ണന്റെ എല്ലാ ലീലകൾക്കും സാക്ഷിയാണ് ഈ തത്ത, ലീലാസുഖ. അപ്പൊ ലീലാസുഖയോട് രാധാറാണി പറഞ്ഞു, ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ ചരിതങ്ങളെല്ലാം തന്നെ നീ എല്ലാവർക്കും വിവരിച്ചു കൊടുക്കണം, നിനക്കറിയാം. അപ്പൊ സുഖ പറഞ്ഞു, ലീലാസുഖ പറഞ്ഞു, ഞാൻ കണ്ടതേ ഉള്ളൂ, എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ നിങ്ങളുടെ ലീലകൾ കണ്ടതേ ഉള്ളൂ, പക്ഷെ എനിക്ക് പറഞ്ഞു തരാം, ശ്രവിക്കാതെ ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കും? അത് ശരിയല്ല. ഞാനൊരു ഗുരുവല്ല, ഞാനൊരു ഋഷിയല്ല, ഞാൻ സാധാരണ ഒരു പാരറ്റാണ്. അതുകൊണ്ട് ആരുടെ മുഖത്ത് നിന്നെങ്കിലും വിശിഷ്ട വൈഷ്ണവരുടെ മുഖത്ത് നിന്നും, മുഖപത്മങ്ങളിൽ നിന്നും ഇത് കേട്ടെങ്കിൽ മാത്രമേ എനിക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ രാധാറാണി പറഞ്ഞു, ഈ അവസരത്തിൽ ഞങ്ങൾ പോയി കഴിയുമ്പോൾ നീ കൈലാസത്തിലേക്ക് പോകണം. കൈലാസത്തില് ശ്രീ മഹാശിവൻ പാർവതിയോട് ഈ കഥ പറയും, അപ്പോൾ നിനക്ക് ശ്രവിക്കാന്ന് പറയും. അങ്ങനെ നേരെ കൈലാസിലേക്ക് വിട്ടു. ലീലാസുഖ കൈലാസിലേക്ക് വിട്ടു. അവിടെ ചെന്നിട്ട് മഹാശിവനല്ലേ, തത്തയ്ക്ക് പൈലറ്റിന് നേരെ വരാനായിട്ട് പേടി. എന്നിട്ട് ഒരു മരത്തിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് പരമശിവൻ ശ്രീ പാർവതിക്ക് ശ്രീമദ് ഭാഗവതത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ഒരുവൻ. അപ്പൊ ശ്രീമദ് പാർവതി ശിവന്റെ മടിയിൽ, മഹാശിവന്റെ മടിയിൽ കിടന്നുകൊണ്ട് ഇത് മൂളി മൂളി കേൾക്കുകയാണ്. അങ്ങനെ കേട്ടിട്ട് പാർവതി അങ്ങ് ഉറങ്ങിപ്പോയി. ശിവനിങ്ങനെ കണ്ടിന്യൂ ചെയ്തു, മഹാശിവൻ കണ്ടിന്യൂ ചെയ്തു ഭാഗവതം.
അപ്പോഴും ഈ മൂളൽ വരുന്നുണ്ട്. അപ്പൊ ശിവൻ ഇങ്ങനെ പൂർണ്ണമായിട്ട് ആന്തരികമായിട്ട് സമാധിയിൽ ഇരുന്നു കൊണ്ടാണ് ഈ കഥ പറയുന്നത്. അപ്പൊ അത് മൂളി മൂളി ആര് കേട്ടു? ഈ ശീലാസുഖദേവ്. ശീലാസുഖ കേട്ടു, എന്നിട്ട് മൂളുന്നുണ്ടായിരുന്നു. അപ്പൊ ഭഗവാൻ ശിവൻ വിചാരിച്ച എന്താണ്, പാർവതി ഇത് നല്ല വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടെന്ന്. ഭാഗവതത്തിന്റെ അവസാന ഭാഗം തീർന്നപ്പോഴത്തേക്ക് ശിവൻ ഉണർന്നു. ശിവൻ തന്റെ മിഴികൾ തുറന്നു നോക്കുമ്പോഴത്തേക്ക് പാർവതി മഹാറാണി മടിയിൽ കിടന്ന് നല്ല ഉറക്കമാണ്. അപ്പൊ വിളിച്ചു, ഇതെന്താ ഉറങ്ങിപ്പോയോ? ഇല്ല പ്രഭു, എനിക്കൊരു മയക്കം പോലെ വന്ന് ഞാൻ ഇത്തിരി ഉറങ്ങിപ്പോയി. അപ്പൊ പിന്നെ ഈ ഞാൻ പറയുന്ന ഭാവങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മൂളുന്നത് ആരായിരുന്നു? എന്തോ സംഭവിക്കുന്നു, അരുതാത്ത എന്തോ സംഭവിച്ചു. ആരോ അപ്രിയമായ രീതിയിൽ ഈ ശ്രീമദ് ഭാഗവത്തിന്റെ ആദ്യത്തെ ചുരുള് കേട്ടു. ആദ്യം പറയുന്നത് ശ്രീ പരമശിവനാണ് പാർവതിയോട് പറയുന്നത്, ഈ മഹാഭാഗവത്. ഞാൻ അതിനെ വെറുതെ വിടില്ല, ആരെയും ഞാൻ വെറുതെ വിടില്ല. അത് ശരിയായ രീതിയല്ല. ഒളിഞ്ഞു നിന്നുകൊണ്ട് ശ്രീമദ് ഭാഗവതം ശ്രവിക്കുന്നത് ശരിയായ രീതിയല്ല. അതുകൊണ്ട് ഞാൻ ആരായാലും അവരെ ഭഗവരുത്തും എന്ന് പറഞ്ഞ് എന്റെ പുറകെ വിട്ടു. ശീലസുഖ അവിടുന്ന് ജീവനും കൊണ്ട് ഓടി. അവിടെ സംഭവിക്കുന്ന കാരണം ഭാഗവതം മൊത്തം നമ്മുടെ വ്യാസമഹർഷി എഴുതി കഴിഞ്ഞു. അപ്പം സ്വന്തം ഭാര്യയോട് അത് വിവരിക്കുകയാണ്. ആ സമയത്താണ് ഓടി വരുന്ന ആര്? ലീലസുഖ. അപ്പൊ ഇത് വിവരിക്കുന്ന സമയത്ത് വ്യാസമഹർഷിയുടെ സഹധർമ്മിണി ഇതേപോലെ ഉറങ്ങിപ്പോയി അല്പം ഇങ്ങനെ പൊളിച്ചിരിക്കുകയായിരുന്നു. ലീലാസുഖ ഓടി വന്ന് വായിക്കത്തോട്ട് കയറി നേരെ ആ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നേരി ചെന്നു. അമ്മ അറിഞ്ഞതേയില്ല. അങ്ങനെ ആ ഗർഭപാത്രത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ശ്രീമദ് ഭാഗവതം വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യവും ശീലാസുഖ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഗർഭപാത്രത്തിൽ നിന്ന് അടുത്ത ജന്മം വരികയാണ് ശീലസുഖയുടെ. അതാരാണ്? മറ്റാരുമല്ല. അതായത് ആത്മസാക്ഷാത്കാരം ലഭിച്ച ഋഷികളിൽ ഏറ്റവും മുഖ്യനായ, ഏറ്റവും പ്രധാനിയായ സുഖദേവ് ഗോസ്വാമി ആയിട്ടാണ് രണ്ടാമത്തെ ജന്മം വരുന്നത്. അദ്ദേഹം ആ ഗർഭപാത്രത്തിൽ ഇരുന്ന് വ്യാസദേവൻ പറഞ്ഞ ശ്രീമദ് ഭാഗവതം മുഴുവനായിട്ട് കേട്ടു. ഈ കേൾക്കുന്നതിനിടയിൽ വർഷങ്ങൾ കഴിഞ്ഞു. ആ ഗർഭപാത്രത്തിൽ ഇരുന്നു കൊണ്ട് വലുതായി, ആ കുട്ടി വലുതായി. എന്നിട്ടും പുറത്തോട്ട് വരാൻ കൂട്ടാക്കുന്നില്ല. കാരണം എന്താ? പുറത്ത് ഇനി വരുന്നത് കലിയുഗമാണ്. ആ കലിയുഗത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഭൂമിയിൽ വരില്ല എന്ന് നിർബന്ധം പിടിച്ചു. അങ്ങനെ ദിവസങ്ങളും വർഷങ്ങളും കടന്നുപോയി. ആകെ പ്രശ്നമായി. വ്യാസദേവൻ എന്ത് ചെയ്തു? ഭഗവാൻ വിഷ്ണുവിനെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അല്ലയോ പ്രഭു, ഇങ്ങനെയാണ് പ്രശ്നം, എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ സാക്ഷാൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, സുഖദേവ് പുറത്തോട്ട് വരൂ. നിന്റെ ആവിർഭാവം അല്ലെ നിന്റെ ജനനം ഒരു പ്രത്യേക മിഷനാണ്. ആ മിഷൻ നിനക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി പെട്ടെന്ന് തന്നെ വരൂ. നിനക്ക് ഈ ഭൗതിക ലോകത്തിന്റെ മായാവാദം ഒന്നും തന്നെ നിന്നെ യേശില്ല. അതിന് ഞാൻ ഗ്യാരണ്ടി തരുന്നു. നീ പുറത്തോട്ട് വരും. അങ്ങനെ അദ്ദേഹം പുറത്തോട്ട് വന്ന് പ്രസവം കഴിഞ്ഞുകൊണ്ടേ നേരെ എഴുന്നേറ്റ് ഓടുക. 11 വയസ്സായി. വസ്ത്രം പോലും കൊടുക്കാതെ. കാരണം അദ്ദേഹം ആത്മസാക്ഷാത്കാരത്തിന്റെ ഉന്നതിയിലാണ്. ആ ഉന്നതി എന്ന് പറഞ്ഞാല് മറ്റൊന്നും ചിന്തിക്കുക, ഭൗതിക ലോകം എന്താണെന്ന് പോലും ചിന്തിക്കാനുള്ള ഒരവസ്ഥയിലല്ല അദ്ദേഹം.
അപ്പൊ വ്യാസദേവൻ പറഞ്ഞു, ഇല്ല, നീ അടുത്തു വരൂ, കാരണം നിന്റെ അച്ഛന്റെ അനുഗ്രഹം കൂടെ വാങ്ങിച്ചിട്ട് പോകും. അദ്ദേഹം നേരെ ഓടുന്ന വനത്തിലേക്കാണ്. അവിടുന്ന് സുഖദേവസ്വാമി തിരിച്ചു വന്നു. അങ്ങനെ അച്ഛനിൽ നിന്നും ഈ ശ്രീമദ് ഭാഗവതം 3-ാം പ്രാവശ്യവും കേട്ടു. ഒന്ന് ആലോചിച്ചു നോക്കി, 3 പ്രാവശ്യം 3 വിശിഷ്ട വ്യക്തികളിൽ നിന്നാണ് ശ്രീമദ് ഭാഗവതം ഗ്രഹിക്കുന്നത്. ആര്? സുഖദേവ ഗോസ്വാമി. ആ സുഖദേവ ഗോസ്വാമി ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞ അമല പുരാണം എന്ന് പറയാൻ കാരണം എന്താണ്? ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാല് എല്ലാ വേദങ്ങളുടെയും സാരാംശമാണ്. എല്ലാ വേദങ്ങളുടെയും സമ്പൂർണമാണ്. ആകെ സത്താണത്. വ്യാസദേവൻ പറഞ്ഞപ്പോൾ അസത്തായി. ആ സത്ത എന്ന് പറയുന്ന മാമ്പഴത്തെ സുഖദേവ ഗോസ്വാമിയുടെ പത്മമുഖം കൊണ്ട് കുത്തിയപ്പോൾ അത് പഴച്ചാറായിട്ട് മാറി. സുഖദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജോട് പറയുമ്പോൾ ആ പൂർണ്ണമായിട്ടുള്ള മാമ്പഴ സത്താണ് എല്ലാവർക്കും വേണ്ടി കൊടുത്തത്. ആ ശ്രീമദ് ഭാഗവതമാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ. അങ്ങനെ ശൃംഗിയുടെ ശാപമേറ്റ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മൂട്ടിയാവോ? അങ്ങനെ ശൃംഗിയുടെ ശാപമേറ്റ ശ്രീ പരീക്ഷിത് മഹാരാജാവ്, ശൃംഗിയുടെ ശാപമേക്കേണ്ട ഇതെല്ലാം ഭഗവാന്റെ അറേഞ്ച്മെന്റ് ആണ്. കാരണം പരീക്ഷിത് മഹാരാജാവ് ഉത്തരയുടെ ഗർഭത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഭഗവാനെ കണ്ടു. അന്നു മുതൽ കൃഷ്ണാബോധമുള്ള ആളാണ് പരീക്ഷിത് മഹാരാജ്. അദ്ദേഹത്തിന്, ആ പരമഭക്തന് ഇങ്ങനെ ഒരു അവസാനം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ഇതെല്ലാം ഭഗവാന്റെ ലീലകളാണ്. പരീക്ഷിത് മഹാരാജാവ് മൂലമല്ലേ നമുക്ക് ഈ മാധുര്യമായ മഹാഭാഗവതം. ഈ ഭാഗവതം ഒന്ന് തൊട്ടാൽ തന്നെ, ഈ ഭാഗവതം ഒന്ന് വായിച്ചാൽ തന്നെ മുക്തി ഉറപ്പാണ്, സംശയമില്ല എന്നാണ് ആര് പറയുന്നത്? സൂത ഗോസ്വാമി പറയുന്നു. അപ്പൊ അങ്ങനെ പരീക്ഷിത് മഹാരാജാവ് ശൃംഗിയുടെ ശാപമേറ്റ് സർപ്പദർശനത്തിൽ ആ 7 ദിവസത്തിനും നീ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്താ തോന്നിയത്? അദ്ദേഹത്തിന് തോന്നിയത് ഭഗവാന്റെ വചനമാണ്. ആരാണോ എന്നെ സ്മരിക്കുന്നത് മരണസമയത്ത് അവരെന്റെ ഭാവം എഴുതും. അങ്ങനെ അന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം എല്ലാ രാജ്യവും കൊട്ടാരവും എല്ലാ ബന്ധുക്കളെയും ഉപേക്ഷിച്ച് നേരെ എങ്ങോട്ടാ വന്നത്? നൈമിഷാരണ്യത്തില് ഗംഗാ നദീ തീരത്ത് വന്നു. ഇതറിഞ്ഞ മഹർഷിമാരും സിദ്ധന്മാരും എല്ലാം അവിടെ കൂടി. അദ്ദേഹം ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. എന്താണ്? ഞാൻ മരണം വരെ ഉപവസിക്കും. ആ മഹർഷിമാരെല്ലാം തന്നെ വളരെയധികം പറഞ്ഞു നോക്കി, അങ്ങനെ ഉപവസിക്കേണ്ട കാര്യമില്ല, അങ്ങ് ഭഗവത് ഭക്തനാണ്, ഭഗവത് നാമം ചൊല്ലിയാൽ മാത്രം മതി, അങ്ങ് ഉപവസിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാകും. അങ്ങനെ എല്ലാം പറഞ്ഞു നോക്കിയിട്ട് പരീക്ഷിത് മഹാരാജ് പുറന്നോട്ട് മാറുന്നില്ല. അങ്ങനെ പരീക്ഷിത് മഹാരാജാവിനോട് സൂത ഗോസ്വാമി പറഞ്ഞു, ശരി, ഈ 7 ദിവസം ബാക്കിയുണ്ടല്ലോ, ഈ 7 ദിവസത്തില് നമുക്ക് ആത്മസാക്ഷാത്കാരത്തിന്റെ ഉന്നതിയിൽ എത്തിയിട്ടുള്ള ശ്രീ സുഖദേവ് ഗോസ്വാമിയുടെ വായിൽ നിന്ന്, അല്ലെ അദ്ദേഹത്തിന്റെ പത്മമുഖത്തിൽ നിന്നും ശ്രീമദ് ഭാഗവതം ശ്രവിക്കണം. അങ്ങനെ അവരെല്ലാം കൂടെ സൂത ഗോസ്വാമിയെ ചെന്ന് കണ്ടു. സൂതഗോസ്വാമി വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അന്ന് സുഖദേവ് ഗോസ്വാമിയാണ് സൂത ഗോസ്വാമി, അതുപോലെ തന്നെ 21 മഹർഷിമാരും അതുപോലെ തന്നെ ബാക്കിയുള്ള സിദ്ധന്മാരും എല്ലാവരും കൂടിയിരുന്ന് ശ്രീമദ് ഭാഗവതം ശ്രവിക്കുന്നത്. ഈ ശ്രീമദ് ഭാഗവതം ശ്രമിക്കുമ്പോൾ സൂത ഗോസ്വാമി 6 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഏതൊക്കെയാണ്? ലോകത്തിലെ മനുഷ്യരാശിക്ക് ഏറ്റവും അഭികാമ്യമായത് എന്താണ്? ഏറ്റവും നല്ലത് ചെയ്യുന്നത് എന്താണ്? രണ്ടാമത്തത്,
എല്ലാ വേദത്തിന്റെയും പരമകാംക്ഷ എന്താണ്? മൂന്നാമത്തത്, ദേവകി വസുദേവരുടെ പുത്രനായി ഭഗവാൻ അവതരിക്കാൻ കാരണം എന്താണ്? നാലാമത്തത്, പുരുഷാവതാരം എന്താണ്? അഞ്ചാമത്തത്, ഭഗവാൻ ഈ ഭൂലോകത്ത് നിന്ന് പോകുമ്പോൾ ധർമ്മത്തിന്റെ ആശ്രയം എവിടാണ്? 6, ലീലാവതാരങ്ങൾ എന്താണ്? ഇത്രയും കാര്യങ്ങളാണ് സൂതഗോസ്വാമി ആ സമയത്ത് പരീക്ഷിത് മഹാരാജോട് ചോദിച്ചത്. അതിൽ വിശദമായിട്ടുള്ള വിവരണമാണ് ശ്രീമദ് ഭാഗവതം. അപ്പൊ ഇവിടെ പരീക്ഷിത് രാജനോട് സുഖദേവ് ഗോസ്വാമി ശ്രീമദ് ഭാഗവതം പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത ആകാംക്ഷയായിരുന്നു. ഓരോ വരിയിലും അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. എന്താണങ്ങനെ, എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തരൂ. 10ാമത്തെ സ്കന്ധം വന്നപ്പോഴത്തേക്ക് ഓടിച്ചു പോയപ്പോഴത്തേക്ക് ചോദിച്ചു, ഇങ്ങനെ ഓടിപ്പോയാൽ ശരിയാവില്ല, എനിക്ക് ശരിക്കും മനസ്സിലാണ് ഭഗവാന്റെ മാധുര്യ ലീലകൾ എനിക്ക് അറിയണം എന്ന് ആണ് പരീക്ഷിത് മഹാരാജ് പറഞ്ഞത്. അങ്ങനെ ശ്രീമദ് ഭാഗവതം അമല പുരാണം, അതായത് സ്പോട്ട്ലെസ് പുരാണമാണ്. അത് എല്ലാ വേദങ്ങളിലും എല്ലാ പുരാണങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായവയാണ്. ഭാഗവതത്തിന്റെ അന്തസ്സത്ത് ഉൾക്കൊള്ളുന്നവൻ ഒരിക്കലും ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരില്ലെന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ടല്ലോ, ചൈതന്യ മഹാപ്രഭു ഗദാധര പണ്ഡിതനോട് പറഞ്ഞിട്ടുണ്ട്, ശ്രീമദ് ഭാഗവതം ഈസ് കൃഷ്ണ ഹിംസെൽഫ്. വൈഷ്ണവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ശ്രീമദ് ഭാഗവതം. കാരണം അത് ഭഗവാൻ തന്നെയാണ്, മറ്റൊന്നുമല്ല. അതുപോലെ തന്നെ രൂപഗോസ്വാമിയും പറയുന്നുണ്ട് ശ്രീമദ് ഭാഗവതത്തെ പറ്റി. പക്ഷെ രൂപഗോസ്വാമി ശ്രീമദ് ഭാഗവതത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്, ശ്രീമദ് ഭാഗവതം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പാമ്പ് എഴയുന്നത് പോലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ പാമ്പിന്റെ ലക്ഷ്യസ്ഥാനം നേരെയാണ്, പക്ഷെ അത് ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞാണ് അത് പോകുന്നത് എന്ന് പറഞ്ഞ പോലെ ഭാഗവതം നമ്മൾ വായിക്കുമ്പോൾ ഭാഗവതത്തിനകത്ത് പരമഹംസരുടെ, അതായത് മഹാഭക്തന്മാരുടെ കൂടെ ലീലകള് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ പൂർണ്ണമായിരിക്കണം. ഭഗവാനെ സംബന്ധിച്ചോളം ഭഗവാൻ ആരാണ്? ഭഗവാൻ കൃഷ്ണ, ഭഗവാന്റെ ഭക്തര്, ഭഗവാന്റെ ധാമം, ഭഗവാന്റെ ഗുണലീലകൾ, ഭഗവാന്റെ നാമം, ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഭഗവാന്റെ വിരോധികൾ, ഇതെല്ലാം കൂടെ ചേർന്നതാണ് സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ. അപ്പൊ അങ്ങനെ രൂപഗോസ്വാമി 64 ഐറ്റമാണ് പറഞ്ഞിട്ടുള്ളത് ശ്രീമദ് ഭാഗവതത്തിൽ. അത് നമ്മുടെ ഭക്തിരസാമന്ത സിന്ധിയില് വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അതിനകത്ത് നോക്കാം. 9ാം അധ്യായത്തിലെ 10ാം അധ്യായത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ 5 എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് രൂപഗോസ്വാമി. 5 എണ്ണം ഭക്തർക്ക് വേണ്ടി അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? റീഡിംഗ് ഭാഗവതം, മഹാഭാഗവതം, അതായത് ഭാഗവത പാരായണമാണ് 1ാമത്തെ ഐറ്റം. ഏറ്റവും പ്രധാനപ്പെട്ട, ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭാഗവത പാരായണം. 2ാമത്തെ എന്തുവാണ്? വൈഷ്ണവ സേവനം അല്ലെങ്കിൽ സജ്ജന സേവനം. സജ്ജന സേവനം ഭക്തിയുടെ പടവുകൾ കയറുന്നതിന് അത്യന്താപേക്ഷിതമാണ്. അതിന് ഉദാഹരണമായിട്ട് ശ്രീ നാരദമുനി തന്നെ എക്സാമ്പിൾ ഉണ്ട്. അദ്ദേഹം അമ്മയുടെ കൂടെ ജോലിക്ക് പോകുമ്പോൾ ഋഷിമാരെ സേവിക്കാനുള്ള അവസരം കിട്ടി.
അവരെ സേവിക്കുകയും അവരുടെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അടുത്ത ജന്മത്തിൽ അദ്ദേഹം നാരദമുനിയായി മഹാഋഷിവര്യനായിട്ടാണ് അദ്ദേഹത്തിന്റെ ജന്മം എന്ന് പറയുന്നത് പോലെ സർവീഷ്ഠിത വൈഷ്ണവാസ് അല്ലെങ്കിൽ വൈഷ്ണവ സേവനം വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്നു. മൂന്നാമത്തെ എന്തുവാണ്? ഭഗവാന്റെ തിരുനാമ ജപം. നാരദമുനി ബ്രഹ്മാവിനോട് ചോദിച്ചു, യുഗാന്ത്യത്തില് ഭഗവാൻ പോയതിനു ശേഷം കലിയുഗത്തില് എല്ലാം ആസുരികതയുള്ളവരാണെങ്കിൽ തന്നെയും ദ്വാപരയുഗത്തിൽ ഉണ്ടായിരുന്ന ഭക്തന്മാരുകൂടെ അവർക്ക് പൂർണ്ണത കിട്ടാത്ത കാരണം കലിയുഗത്തിലേക്ക് വരുന്നുണ്ട്. അവർക്ക് എന്താണ് ആശ്രയം എന്ന് ചോദിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, ബൃഹത് നാരദീയ പുരാണത്തിൽ ഇത് ശരിക്കും വർണ്ണിക്കുന്നുണ്ട്. ഹരേ നാമ ഹരേ നാമ ഹരേ നാമേന കേവലം കലോ നാസ്തേവ 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 ഗതിരന്യത. കലിയുഗത്തില് ഹരിനാമമല്ലാതെ വേറൊരു ഗതിയും ഉണ്ടാവില്ല. അതേപോലെ തന്നെ കലിസന്ദ്രോപനിഷത്തിലും പറയുന്നുണ്ട്, ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഇത് ഷോഡകനാമാത് കലികൽമഷനാശന സർവപരദൂരോപായ സർവവേദേഷു ദൃശ്യതേ. അതായത് 16 വാക്കുകളുള്ള ഈ മഹാമന്ത്രം ചൊല്ലുന്നവർക്ക് കലിയുഗത്തിലെ കൽമഷങ്ങൾ ഏൽക്കാറില്ല. അത് തന്നെയാണ് എല്ലാ വേദങ്ങളും പറയുന്നത്. അതാണ് തിരുനാമ ജപത്തിന്റെ പ്രാധാന്യത. ഇനി അടുത്ത 4-മത്തെ എന്താ ചെയ്യേണ്ട ഭക്തർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന രൂപഗോസ്വാമി? ധാമ സന്ദർശനം. ഭഗവാന്റെ ലീലകടാളിയിട്ടുള്ള ആ ധാമം പരമപരിശുദ്ധവും ഭക്തന്മാർക്ക് പ്രിയപ്പെട്ടതുമാകയാൽ ആ ധാമം സന്ദർശിച്ച് അതിനെ പ്രണമിക്കണം എന്നാണ് രൂപഗോസ്വാമി പറഞ്ഞിട്ടുള്ളത്. 5-മത്തത് ഭഗവാന്റെ അർച്ചവിഗ്രഹത്തെ പൂജിക്കുക. അർച്ചവിഗ്രഹത്തെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ക്ഷേത്ര ആചാരങ്ങളോടും കൂടി തന്നെയാണ് അർച്ചവിഗ്രഹത്തെ പൂജിക്കേണ്ടത്. കാരണം കലിയുഗത്തില് ഭഗവാൻ, ഇപ്പൊ സത്യയുഗത്തില് ഭഗവാൻ ഹംസ അവതാരത്തിൽ വന്നിട്ടുണ്ട്, ഭഗവാൻ പ്രകടമായിരുന്നു. ത്രേതായുഗത്തില് ഭഗവാൻ ശ്രീരാമന്റെ രൂപത്തിൽ വന്നിട്ടുണ്ട്. ദ്വാപരയുഗത്തിൽ ഭഗവാൻ കൃഷ്ണൻ സ്വയമായിട്ട് അവതരിച്ചു. കലിയുഗത്തില് ഭഗവാൻ അവതാരം അവസാന ഭാഗത്ത് സംഹാരമൂർത്തിയായിട്ട് കടന്നു വരുന്നത്. അപ്പൊ കലിയുഗം മൊത്തം ഒരാശ്രയമായിട്ട് ഭഗവാൻ സ്വയം പ്രകടമാകുന്നില്ല. അതിനാൽ അദ്ദേഹത്തിന്റെ തിരുനാമത്തില് ഭഗവാന്റെ എല്ലാ ശക്തിയും ഉൾപ്പൂകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നാമം ചൊല്ലിക്കഴിഞ്ഞാല് അദ്ദേഹത്തെ പ്രാപിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം കലിയുഗത്തില് അർച്ചവിഗ്രഹ രൂപത്തിലും വരുന്നുണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന ഭക്തി സേവനം സ്വീകരിക്കാനായിട്ട് അർച്ചവിഗ്രഹ രൂപത്തിൽ ഭഗവാൻ ഉണ്ട് ഇവിടെ. ആ അർച്ചവിഗ്രഹ രൂപത്തിലുള്ള ഭഗവാനെ സേവിക്കുന്നത് നമുക്കറിയാം. എല്ലാ ആചാരപ്രകാരം നമ്മൾ സേവിക്കുമ്പോൾ ആ സേവനം മൊത്തം ഭഗവാൻ സ്വീകരിക്കുകയാണ്. അതായത് സമയമാകുന്നതിന് പറയണേ കേട്ടോ. ഹരേ കൃഷ്ണ. ശരി പ്രഭു, സമയമുണ്ട് പ്രഭു, പറഞ്ഞോളൂ പ്രഭു. ഹരേ കൃഷ്ണ. സോ അങ്ങനെ ഭഗവാന്റെ അവതാരം എന്തിനാണ് ഭഗവാൻ അവതരിച്ചതെന്ന് നമുക്കറിയാം. ഭഗവത്ഗീതയെ പറയുന്നുണ്ട്, പരിത്രാണായ സാധുന വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പൊ അതിനാദ്യം പറയുന്നത് എന്തുവാണ്? ഭഗവാന്റെ ഭക്തരുടെ രക്ഷയ്ക്കും അവരുടെ സന്തോഷത്തിനും വേണ്ടിയാണ് ഭഗവാൻ അവതരിക്കുന്നത്. അവര് പുരാണത്തിൽ കൂടി മാത്രമേ ഭഗവാനെ അറിയുന്നുള്ളൂ. പക്ഷെ ഭഗവാനെ അറിയാനായിട്ടുള്ള ഭഗവാന്റെ ലീലകൾ കൂടി ആ ഭഗവാൻ ഭക്തരുടെ സന്തോഷം ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ
ആരാണോ ഭഗവാനെ സേവിക്കുന്നത്, സേവിക്കുന്ന ഭക്തൻ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ്, അല്ലെ? ഏതു ധർമ്മം അമൃതപിതം യഥോക്തം പരിഉപാസതേ സത്തദാനാമത്പരമ ഭക്താച്ചേ അതീവമേ പ്രിയാഹ എന്ന് ഭഗവത്ഗീതയിലെ 12-ാം അധ്യായത്തിലെ അവസാന ശ്ലോകം അതാണ്. കാരണം ഞാൻ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് എല്ലാവിധ രീതിയിലും ഹരേ കൃഷ്ണ. പ്ലീസ് മൂട്ട്. സോറി പ്രഭു. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവിധ രീതിയിലും ഭഗവാനെ അദ്ദേഹത്തിന്റെ ലീലകൾ കൂടി വരും കലിയുഗത്തില് ഭക്തന്മാർ ഓർക്കാൻ കഴിയണം. അവരുടെ സ്നേഹമാണ് ഭഗവാന്റെ ഏറ്റവും വലിയ പ്രിയതര. അവരുടെ സന്തോഷമാണ് ഭഗവാന് പ്രിയമായിട്ടുള്ളത്. കാരണം നമ്മൾ എത്രമാത്രം ഭഗവാനെ സേവിക്കുന്നു അത്രയും തന്നെ ഭഗവാനും നമ്മളോട് ഇഷ്ടമുണ്ട്. നമ്മൾ ഒരടി മുന്നോട്ട് വെക്കുമ്പോൾ 10 അടി കൃഷ്ണൻ ഇറങ്ങി വരും. എന്തുകൊണ്ടാണ്? അത് ഭക്തനോട് മാത്രമേ ഉള്ളൂ. ഭഗവാൻ ഐശ്വര്യ രൂപത്തില് എല്ലാവർക്കും സമമാണ്, എല്ലാ ജീവികൾക്കും സമമാണ്. എന്നാൽ മാധുര്യ രൂപത്തിലോ ഭഗവാന്റെ ഭക്തരോട് പ്രത്യേകമായ കടാക്ഷമുണ്ട് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന്റെ ചരിതമാണ് ശ്രീമദ് ഭാഗവതം. അതുപോലെ തന്നെ വിശിഷ്ട ഭക്തന്മാരുടെയും കൂടെ ലീലകളാണ് ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. ശ്രീമദ് ഭാഗവതം വായിക്കുന്ന ഒരാൾക്ക് ഭഗവത് ധാമ പ്രാപ്യം ഉണ്ടാകുമെന്ന് ചൈതന്യ ചരിതാമൃതത്തിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. ഇതിൽ വലുത ഒരു കാവ്യമില്ല. ഈ പ്രപഞ്ചത്തിന്റെ മുക്തിദായകമാണ് ശ്രീമദ് ഭാഗവതം. ആ ഭാഗവതത്തെ പറ്റിയാണ് നമ്മളിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ളതെന്ന് പറഞ്ഞാല് ഈ ഭക്തിയിൽ കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ശ്രീമദ് ഭാഗവത്തിനെ നമ്മൾ വളരെയധികം ബഹുമാനിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ശ്രീമദ് ഭാഗവതം പൂജനീയമാണ്. നമ്മുടെ ചില സ്ഥലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭാഗവത്തിനെ ഇങ്ങനെ ആ തട്ടിനകത്ത് വെച്ചിട്ട്, നമ്മൾ വായിക്കുന്ന തട്ടിനകത്ത് വെച്ചിട്ട് പൂമാലയൊക്കെ ഇട്ട് ചില വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. കാരണം ശ്രീമദ് ഭാഗവതവും പൂജനീയനാണ്, ഭഗവാനെ പോലെ തന്നെ പൂജനീയനാണ്. ഭഗവാന്റെ ലിറ്റററി ഇൻകാർണേഷനാണ് ശ്രീമദ് ഭാഗവതം. അക്ഷര അവതാരമാണ്. അത് ഭഗവാന് തുല്യമാണ്, നാമത്തെ പോലെ തുല്യമാണ് ശ്രീമദ് ഭാഗവതവും. ഭഗവാനും ഭാഗവതവും ഭഗവാന്റെ നാമവും ഇത് മൂന്നും തുല്യമാണ് എന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. ഭഗവാന്റെ ലീലകളിൽ അവസാന ഭാഗത്ത്, 10-ാം സ്കന്ധത്തിന്റെ അവസാന ഭാഗത്ത് ഒരു മല്ലയുദ്ധമുണ്ട്. ആ മല്ലയുദ്ധത്തില് കംസന്റെ കിങ്കരമായ മല്ലന്മാരുമായിട്ട് യുദ്ധമിടുന്ന സമയത്ത് മധുരാവാസികളായുള്ള നാരിമാർ ആ മല്ലയുദ്ധമല്ല നോക്കിക്കൊണ്ടിരുന്നത്, ഭഗവാനെ മാത്രം. അവരുടെ കണ്ണുകൾ മൊത്തം ഭഗവാനെ ഒഴിഞ്ഞുകൊണ്ടായിരുന്നത്. കാരണം അവർ കേട്ടിട്ടുണ്ട് മധുരാവാസൻ, ശ്രീകൃഷ്ണ ഭഗവാൻ, കന്നയ്യലാൽ, ഇതെല്ലാം അവര് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കേട്ട് തൃപ്തിയടഞ്ഞതാണ് ശ്രീ രുക്മിണി ദേവി. നാരദമുനിയിൽ നിന്നും രുക്മിണി ദേവിയെ പറ്റി കേട്ട് രുക്മിണി ദേവിയുടെ ഉള്ളിൽ കൃഷ്ണനോടുള്ള പ്രേമം വളർന്നു. അങ്ങനെ ഭഗവാന്റെ ഓരോ വാക്കും, ഓരോ ആംഗ്യങ്ങളും, ഓരോ നാട്യങ്ങളും, ഓരോ സ്റ്റെപ്പും എല്ലാം വളരെ മധുരമാണ്. അധരം മധുരം.
എനിക്കത് അറിയില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. കാരണം ഞാൻ ചൊല്ലിയിട്ടില്ല ഇതുവരെ. പക്ഷേ വളരെ ഭംഗിയായിട്ട് ചൊല്ലുന്ന ഭക്തന്മാരുണ്ട്, അത് കേട്ടിരുന്നു പോകും. കാരണം ഭഗവാന്റെ എല്ലാം മധുരമാണ്, വളരെ വളരെ മധുരമാണ്. അപ്പൊ ഭഗവാന്റെ ഈ മഹാഭാഗവതം ഭക്തർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അവരെ സംബന്ധിച്ചോളം ഭാഗവതം എന്ന് പറയുന്നത് അവരുടെ ജീവിതചര്യ തന്നെയാണ്. ഒന്നുകിൽ ശ്രവണമായിരിക്കും, അതല്ലെങ്കിൽ കീർത്തനമായിരിക്കും ഭാഗവതത്തിന്റെ. അതിൽ കൂടി അവര് ഭക്തിയുടെ എല്ലാവിധ കൽമഷങ്ങളും താണ്ടി അവര് ഭഗവാനിൽ എത്തിയിരിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ മാതാജി, ദണ്ഡോത്പ്രണാം. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഭക്തന്മാർക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ദയവായി ആഡ് ചെയ്യാം. പ്രഭു നല്ല ക്ലാസ് ആയിരുന്നു. കേട്ടിരിക്കാനായിട്ട് സമയം പോകുന്ന അറിയത്തില്ല. ഭാഗവത്തിൽ നമ്മൾ ലയിച്ചു പോകും. വളരെ നല്ലതായിരുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ദണ്ഡോത് പ്രണാം പ്രഭു. വളരെ ലളിതമായിട്ട് വളരെ നന്നായിട്ട് പ്രഭു പറഞ്ഞു തന്നു. നല്ലപോലെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കണ്ടായിരുന്നു പ്രഭു. നല്ല ക്ലാസ്. താങ്ക് യു പ്രഭു. ഒരു കാര്യം ചെയ്യുന്ന പ്രഭു, 2 പ്രാവശ്യം കേൾക്കുന്നത് ശ്രീല വ്യാസദേവനിൽ നിന്ന് തന്നെയല്ലേ? സുഖദേവ് സുഖദേവ് ഗോസ്വാമി മയ്യാടെ ഗർഭത്തിൽ ഇരുന്നു കൊണ്ട് വ്യാസദേവൻ പറയുന്നത് മുഴുവൻ കേട്ടു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ജനനത്തിന് ശേഷം അദ്ദേഹം വനത്തിലേക്ക് ഓടിപ്പോയ സമയത്ത് വ്യാസദേവൻ തിരിച്ചു വിളിച്ചിട്ട് ഈ ശ്രീമദ് ഭാഗവതം വ്യാസദേവൻ തന്നെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം അദ്ദേഹം കേട്ടത് ലീലാസുഖയുടെ രൂപത്തില് പരമശിവൻ പാർവതിയോട് പറഞ്ഞ് ഒളിഞ്ഞു നിന്ന് കേട്ടു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ദണ്ഡോത് പ്രണാം. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു വളരെ നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഫ്രം സ്റ്റാർട്ടിങ്. ഹരേ കൃഷ്ണ. താങ്ക്സ് പ്രഭു. ഹരേ കൃഷ്ണ. കൃഷ്ണ ദണ്ഡോത് പ്രണാം. हरे कृष्णा प्रभु जी, दंडवत प्रणाम. हरे कृष्णा प्रभु, दंडवत प्रणाम. ഹരി ഹരി ബോൾ. ദണ്ഡവത് പ്രണാം. ഹരി ബോൾ. വളരെ നന്ദിയുണ്ട് പ്രഭുജി. വളരെ ഗംഭീരമായ ക്ലാസ്, വളരെ ആധികാരികമായി പ്രഭു വളരെ നന്നായി പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും ഒരു സൂപ്പർ ഭാഗവത വിരുന്നാണ് പ്രഭു ഒരുക്കിയത്. ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് പ്രഭുജി. ഗംഗാനാഥ് ഗോവിന്ദദാസ് പ്രഭു എന്നാണ് പ്രഭുവിന്റെ പേര്. പ്രഭു ഗൾഫിൽ നിന്നും ആണ് ആദ്യമായി കൃഷ്ണ കോൺഷ്യൻസിലേക്ക് വന്നത്. ഇപ്പോൾ ഹരിപ്പാട് അല്ലേ പ്രഭു? ഹരിപ്പാടല്ലേ? അതെ പ്രഭു, ഹരിപ്പാട് തന്നെ. അതെ, ഹരിപ്പാടിൽ നിന്നും വളരെ അവിടെ കുറച്ച് ഡിവോട്ടീസ് പൊതുവെ കുറവാണ്. എന്നിരുന്നാലും ആ കുറവ് നികത്താൻ വേണ്ടി പ്രഭു വളരെ നല്ല രീതിയിലുള്ള സൂപ്പർ പ്രീച്ചിങ് പ്രോഗ്രാംസ് ഏകദേശം ഏകനായി തന്നെ ഓടി നടന്ന് പ്രഭു ചെയ്യുന്നുണ്ട്. ജഗസാക്ഷി പ്രഭുവിനെ കുറിച്ച് ഗ്ലോറിഫൈ ചെയ്ത് മെസ്സേജുകൾ ഇടാറുണ്ട്. അവിടെ അത്രത്തോളം നല്ല ഗംഭീരമായ സത്സംഗങ്ങൾ ആഴ്ചയിൽ 3 ദിവസം പ്രഭു സത്സംഗത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. പ്രഭു ആണ് ക്ലാസ് എടുക്കുന്നത്. അതേപോലെ ഇന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ ക്ലാസ് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി, വളരെ ആധികാരികമായി വളരെ ഡീപ്പായി ഗംഭീരമായി പ്രഭു ഭാഗവതം ഭഗവത്ഗീത ഇത്യാദി ഗ്രന്ഥങ്ങളെ കുറിച്ച് രാജകീയമായി പ്രഭു പഠിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. പ്രഭു ഹിസ് ഹോളിനസ് ജയപതാക സ്വാമി മഹാരാജിന്റെ സൂപ്പർ ശിഷ്യന്മാരിൽ ഒരാളാണ്. ഭഗവാന്റെ കൃപ കൊണ്ടാണ് നമുക്ക് പ്രഭുവിന്റെ ക്ലാസ് കേൾക്കാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. ശരിക്കും പ്രഭു നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രഭുവിന്റെ ഇനിയും കണ്ടിന്യൂസ് ക്ലാസ്സുകൾ നമുക്ക് ഓരോരുത്തർക്കും തരണമെന്ന് ഈ അവസരത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു പ്രഭു. താങ്ക് യു പ്രഭുജി. വളരെ ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാം പ്രഭുജിക്ക്. കാരണം എനിക്ക് ഒരു അവസരം തന്ന് എൻ്റെ സ്വന്തം അതായത് എൻ്റെ പുരോഗതിക്ക് വേണ്ടി, എൻ്റെ ഭക്തിയുത സേവനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പടവുകൾ കയറാൻ എനിക്ക് അനുഗ്രഹമായി തീർന്ന ഈ ഭാഗവതം ക്ലാസ് തന്നിരിക്കുന്ന കഥാമൃത പ്രഭുവിന് എൻ്റെ ദണ്ഡവത് പ്രണാമം. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭുജി. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ, ഇത് മായ മാതാജിയാണോ? മായാതീത അതെ മായ മാതാജി. ഹരേ ജയ കൃഷ്ണ ശ്രീ പ്രഭു. രാധേ രാധേ രാധേ. എന്റെ ഹരേ ക്ലാസ്മേറ്റ് ആണല്ലോ. കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരേ ഭക്തിശാസ്ത്രി കൃഷ്ണ. ക്ലാസ്മേറ്റ് ആണ്. ഹരേ കൃഷ്ണ. മാതാജിക്ക് ദണ്ഡോ പ്രണാം. ഹരിബോൾ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം. ഹരേ കൃഷ്ണ. പറയൂ മാതാജി, എന്തെങ്കിലും കമന്റ് ഉണ്ടോ? ക്ലോസ് ചെയ്യട്ടെ പ്രഭു? ആകാം മാതാജി. ഹരിബോൾ. ഹരേ കൃഷ്ണ. ദണ്ഡോ പ്രണാം മാതാജി. ഹരിബോൾ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഞാൻ വളരെ 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 സന്തോഷവും വളരെ വളരെ എന്താ പറയുന്നത്, മാതാജിക്ക് പ്രണാമം അർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ പ്രഭു. ദണ്ഡവത് പ്രണാമം.